ഹലോ എവരി വൺ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇഗ്നോയിലെ വാല്യൂ എഡ്യൂക്കേഷനിലെ ബ്ലോക്ക് 1 ആയ കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്നുള്ളതാണ്. ഇതിൽ 4 യൂണിറ്റുകളാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത് സോഷ്യൽ മാലേഴ്സ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് സോഷ്യലി ഉണ്ടാവുന്ന ആകുലതകളും അതുമൂലം വാല്യൂ എഡ്യൂക്കേഷൻ്റെ ആവശ്യകതയും എന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എ ചൈൽഡ് ഈസ് എ ലൈക്ക് എ സീഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു ഗ്രോ ഇൻ ടു എ കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ഇഫ് പ്രൊവൈഡഡ് വിത്ത് എ റൈറ്റ് എൻവയോൺമെൻറ്റ്. ഒരു ചൈൽഡ് ഒരു നല്ല വ്യക്തിയായി മാറണമെങ്കിൽ അദ്ദേഹത്തിന് ആ ചൈൽഡിന് എന്തായിരിക്കണം, നല്ലൊരു എൻവയോൺമെൻറ്റ് കിട്ടണം എന്നുള്ളതാണ്. ദ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നോട്ട് ഓൺലി ഓൺ ദ സ്കൂൾ ബട്ട് ഓൾസോ ഓൺ ഡെവലപ്മെൻറ്റ്. സ്കൂളിനെ മാത്രമല്ല നിലനിൽക്കുന്നത്, ഫാമിലി, സൊസൈറ്റി, കൾച്ചറൽ എൻവയോൺമെൻറ്റൊക്കെ ഒരു കുട്ടിയുടെ വികസനത്തിന് പ്രധാനമാണ് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് എബൌട്ട് നോളേജ്, ഇറ്റ് ഇൻക്ലൂഡ്സ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും നോളേജ് മാത്രമല്ല, ഇതെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? മോറൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സ്പിരിച്വൽ ഗ്രോത്ത് തുടങ്ങിയവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുന്നത്. ട്രൂ എഡ്യൂക്കേഷൻ എയിംസ് അറ്റ് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, മോറൽ. ഒരു ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണെന്ന് പറയുന്നു. Therefore, value education is essential to shape responsible and ethical individual. അതുകൊണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ എന്താണ്? നല്ലൊരു റെസ്പോൺസിബിളായ മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റായ പങ്ക് വഹിക്കുന്നുണ്ട്. സോഷ്യൽ മാലേഴ്സ് ഇൻ സൊസൈറ്റി. എന്താണ് സോഷ്യൽ മാലേഴ്സ് എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. സോഷ്യൽ മാലേഴ്സ് റെഫേഴ്സ് ടു ദി പ്രോബ്ലംസ്, ഡിസോർഡേഴ്സ് ഓർ എവിൾസ് പ്രസൻറ്റ് ഇൻ സൊസൈറ്റി ദാറ്റ് ഡിസേർവ് ഇറ്റ് ഈസ് സ്മൂത്ത് ഫങ്ഷനിങ്. അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഡിസോർഡേഴ്സൊക്കെയാണ് അതെന്താകും സൊസൈറ്റിയുടെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് തടസ്സമാവുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഇംബാലൻസ് ആൻഡ് ദ മോറൽ ഡിക്ലൈൻ ഇൻ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ ഒരു അതൃപ്തി, അതല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, അതല്ലെങ്കിൽ ധാർമ്മികതയുടെ പതനൊക്കെയാണ് ഈ സോഷ്യൽ മാലേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേച്ചർ ഓഫ് സോഷ്യൽ മാലേഴ്സ് എന്തെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ പ്രോബ്ലം ബട്ട് എ കോമ്പിനേഷൻ ഓഫ് മെനി ഇഷ്യൂസ്. പല കാരണങ്ങളാലാണ് ഇതുണ്ടാവുന്നത്. ഇറ്റ് എഫക്ട്സ് ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യാം, ഫാമിലിയെ എഫക്റ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഐഡിയൽസ്, വാട്ട് വി ഷുഡ് ഡു, നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് പ്രാക്ടീസസ്, വാട്ട് വി ആക്ച്വലി ഡു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊരു ഗ്യാപ്പും കൂടി ഇതിലെന്താക്കുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിസോർഡേഴ്സിനൊക്കെയാണ് സോഷ്യൽ മാലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ മാറ്റാം? വാല്യൂ എഡ്യൂക്കേഷൻ നമ്മളൊരു വിദ്യാർത്ഥിക്ക് നൽകുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും? അങ്ങനെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് മേജർ ഫോംസ് ഓഫ് സോഷ്യൽ മാലേഴ്സ് എന്ന് നോക്കാം. അതിലൊന്ന് മെറ്റീരിയലിസം ആണ്. എക്സസീവ് ഡിസയർ ഓഫ് വെൽത്ത്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൂടുതലായിട്ട് വെൽത്തിനെ ആഗ്രഹിക്കുക, ലക്സറി ആഗ്രഹിക്കുക, ആൻഡ് സ്റ്റാറ്റസിന് ആഗ്രഹിക്കുക. പീപ്പിൾ പ്രയോറിറ്റൈസ് ഈ ഓവർ വാല്യൂസ്. അതായത് ജനങ്ങൾ വാല്യൂസിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് മണീനാണ്. ലീഡ്സ് ടു ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ്. ഇതെന്താക്കുന്ന ആർത്തിയിലേക്കും സെൽഫിഷ്നെസ്സിലേക്കൊക്കെ നയിക്കുന്നു. എക്സാമ്പിൾ, ചൂസിങ് അൺഎത്തിക്കൽ മീൻസ് ജസ്റ്റ് ടു ബിക്കം റിച്ച്. അതായത് അൺഎത്തിക്കലായിട്ടുള്ള മീൻസ്, റിച്ച് ആവാൻ വേണ്ടിയിട്ട് അൺഎത്തിക്കലായിട്ടുള്ള മീൻസ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് കറപ്ഷനാണ്. മിസ്യൂസ് ഓഫ് പവർ ഫോർ പേഴ്സണൽ ഗെയിൻസ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കറപ്ഷനും ഫ്രോഡൊക്കെ ഇതിലൂടെ നടക്കുന്നു. സൊസൈറ്റിയിൽ ഒരു ട്രസ്റ്റൊക്കെ മിസ്സാവുന്നു. ഒന്നാമത്തെ എന്താണ്? വയലൻസ് ആൻഡ് ക്രൈമാണ്. ഇൻക്രീസിങ് കേസസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, ടെററിസം, അബ്യൂസ് ആൻഡ് ഷോസ് ലാക്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ലൈഫ്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നാലാമത് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. അൺഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ പോവർട്ടിയിലേക്ക്, അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ എന്താണ്? ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മാലേഴ്സ് ആണ്. ഇനി അടുത്ത പറയുന്നത് എന്താണ്? അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? അടുത്ത സോഷ്യൽ മാലേഴ്സ് എന്നാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലി സിസ്റ്റമാണ്. അതായത് ഫാമിലിയിലെ വാല്യൂസൊക്കെ ഇല്ലാതാക്കുക, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ പോവുക. അതുപോലെ മറ്റൊന്നെന്താണ്? മോറൽ ആൻഡ് എത്തിക്കൽ ഡിക്ലൈൻ ആണ്. ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ ഇല്ലാതാക്കുക. അതായത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പേഴ്സണായി മാറുക. ഇന്നതൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ബിൽഡിംഗ് സ്കിൽസ് ഫോർ ലൈവ്ലിഹുഡ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരത്തെ അതിന് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിൻ്റെ നോളേജും. അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു?
നമ്മളൊരു ബിൽഡിംഗ് സ്കിൽസ് ഫോർ ലൈവ്ലിഹുഡ്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്നാൽ മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെങ്കിലോ അത് കരിയർ ഓറിയൻറ്റഡ് ആൻഡ് ഫോക്കസ് ഓൺ മാർക്സ്, ജോബ്, കോമ്പറ്റീഷൻ, ബട്ട് ഇറ്റ് മേ ഇഗ്നോർ മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ്. മോഡേൺ എഡ്യൂക്കേഷൻ മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ ഇഗ്നോർ ചെയ്തേക്കാം. ഇനി നമ്മൾ മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷനാണ് നോക്കുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻകൾക്കേറ്റിംഗ് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഇൻഡിവിജ്വൽ. മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹോണസ്റ്റി, റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി, കമ്പാഷൻ, ജസ്റ്റിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, സത്യസന്ധതയും ബഹുമാനവും റെസ്പോൺസിബിലിറ്റിയും കമ്പാഷനും നീതിയും ജസ്റ്റിസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടിയാൽ ഒരുത്തന്നെ റൈറ്റും റോങ്ങും ഉണ്ടാക്കാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്പ് ഗുഡ് ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക. ലൈഫ് ഹാർമോണിയസ്ലി ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിൽ നല്ലൊരു ശാന്തനായി ജീവിക്കാനും പറ്റും എന്നുള്ളതാണ്. ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടിയാലുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നൊന്നാണ് കോംപ്ലിമെൻ്ററി നാച്ചറാണ്. എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആർ നോട്ട് സെപ്പറേറ്റ്, ദേ ആർ സപ്പോർട്ട് ഈച്ച് അതർ. രണ്ടും പരസ്പരം എന്താണ്, കണക്ഷൻ ഉള്ളതാണെന്ന് പറയുന്നത്. നോളേജ് വിത്തൗട്ട് വാല്യൂസ് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ വാല്യൂസ് വിത്തൗട്ട് നോളേജ്, വാല്യൂസ് ഉണ്ട് വിത്തൗട്ട് നോളേജ് അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. രണ്ടാമത് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ്സ് മൈൻഡ്, ഇൻ്റലക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളെ ക്യാരക്ടറിനെയാണ്, ഹേർട്ടിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ടുഗദർ ദേ എൻഷുർ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അത് രണ്ടും കൂടി എന്താക്കുന്നത്, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കൊണ്ടുവരുന്നു. ഫിസിക്കലാവട്ടെ, ഇൻ്റലക്ച്വൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, മോറൽ ആവട്ടെ, നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗുഡ് സിറ്റിസൺ ആണ്. എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് ദ സ്കിൽഡ് ഇൻഡിവിജ്വൽസ്, വാല്യൂ എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. രണ്ടും തമ്മിലൊരു ഡിഫറൻസ് നോക്കിയേ. എഡ്യൂക്കേഷൻ ഒരു സ്കിൽഡ് ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ എഡ്യൂക്കേഷൻ എന്തായിരിക്കും, ഒരു റെസ്പോൺസിബിളായ സിറ്റിസനെയാണ് കൊണ്ടുവരുന്നത്. എ സൊസൈറ്റി നീഡ്സ് ബോത്ത് കോമ്പീറ്റൻസ് ആൻഡ് ക്യാരക്ടർ. ഒരു സൊസൈറ്റി ഇത് രണ്ടും ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ നോളേജ് ആൻഡ് പ്രാക്ടീസ്. നോളേജും അതുപോലെ തന്നെ പ്രാക്ടീസും തമ്മിലുള്ള ഗ്യാപ്പ് ആരാണ് ഫില്ല് ചെയ്യുന്നത്, ഈ പറയുന്ന വാല്യൂ എഡ്യൂക്കേഷനാണ്. മെനി പീപ്പിൾ നൗ വാട്ട് ഈസ് റൈറ്റ്, എന്താണ് റൈറ്റ് എന്നുള്ളത് അറിയാം, ബട്ട് ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ്, അവരത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ടു കൺവേർട്ട് നോളേജ് ഇൻ ടു ആക്ഷൻ, ബിൽഡ് ദ എത്തിക്കൽ ബിഹേവിയർ. അങ്ങനെ എന്താക്കുന്നു, ഒരു എത്തിക്കൽ ബിഹേവിയർ എന്താക്കുന്നു, ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തിനാണ് വാല്യൂ എഡ്യൂക്കേഷൻ നീഡഡ് എന്ന് പറഞ്ഞതാണ്. ഒന്നാണ് റൈസ് ഇൻ സോഷ്യൽ പ്രോബ്ലംസ്, ഇൻക്രീസിങ് കറപ്ഷൻ, വയലൻസ്, ക്രൈം ആൻഡ് ഡിഷോണസ്റ്റി, ലാക്ക് ഓഫ് റെസ്പെക്ട് ഓഫ് ലോ ആൻഡ് സോഷ്യൽ നോംസ്. അതായത് കറപ്ഷൻ, വയലൻസ് ഒക്കെ കൂടുന്നു, ക്രൈം, അതുപോലെ തന്നെ നിയമങ്ങളൊന്നും അനുസരിക്കുന്നില്ല, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് മോറൽ വാല്യൂസ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ നിർബന്ധമാണെന്ന് പറയുന്നു. രണ്ടാമത്തത് എന്താ പോയിന്റ്, മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പീപ്പിൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ടുള്ളത് മണി, സ്റ്റാറ്റസ് ആൻഡ് പവറാണ്. എത്തിക്സും ഹ്യൂമാനിറ്റിയൊക്കെ അവർ വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ, സിറ്റുവേഷനിൽ ഗ്രീഡിലേക്ക് നയിക്കുന്ന അത്യാർത്ഥിയിലേക്ക് ഇത് മാറ്റാൻ എന്ത് വേണം, വാല്യൂ എഡ്യൂക്കേഷൻ വേണം. പിന്നീട് വരുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് വീക്കനിങ് എന്നുള്ളതാണ്. എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് സോഷ്യൽ റിലേഷൻഷിപ്പും ഫാമിലി ബോണ്ടിങ് ഒക്കെ കുറയുന്നു, അതുപോലെ തന്നെ എൽഡേഴ്സിനൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് സ്വാഭാവികമായിട്ടും ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നോർമലി എന്താവും, നമ്മളിങ്ങനെ ഫാമിലിയും അതുപോലെ തന്നെ ബോണ്ടിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഐസൊലേഷനിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. തനിച്ചാവും. അത് പിന്നീട് നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും, അത് നമ്മൾ ഫിസിക്കലി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ നീഡഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്നാ, ലാക്ക് ഓഫ് മോറൽ ഗൈഡൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എക്സാം, ജോബ്, കോമ്പറ്റീഷനാണ്. ആ മറിച്ച് ക്യാരക്ടർ ബിൽഡിങ്ങും ഇമോഷണൽ ഡെവലപ്മെൻറ്റൊക്കെ കുറക്കുന്നു എന്നുള്ളതാണ്. സോ വാല്യൂ എഡ്യൂക്കേഷൻ എൻഷുർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷന് പുറമെ ഒരു പരിശുദ്ധമായ ഡെവലപ്മെൻറ്റും വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് നോക്ക്, ഗ്രോയിങ് സ്ട്രെസ് ആൻഡ് ലാക്ക് ഓഫ് ഇന്നർ പീസ്. ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സുകൾ വളരുന്നു, ഇന്നർ പീസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കോമ്പറ്റീഷൻ ആൻഡ് പ്രഷർ ലീഡ് ടു ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ. കോമ്പറ്റീഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആങ്സൈറ്റിയിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും നയിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്, ആബ്സെൻസ് ഓഫ് സെൽഫ് കൺട്രോൾ, ഇമോഷണൽ ബാലൻസ്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെൻ്റൽ പീസിനെന്തെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നെന്താണ്, സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ക്ലാസ്, റിലീജിയൻ, ജെൻഡർ, ലാക്ക് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണം.
ബിക്കോസ് വാല്യൂ എഡ്യൂക്കേഷൻ പ്രധാനമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇക്വിറ്റി, ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയവയാണ്. പിന്നീട് എന്താണ് പറയുന്നത്, റോൾ ഓഫ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. എന്തായിരിക്കണം ഒരു റോൾ ഓഫ് ടീച്ചർ? ടീച്ചേഴ്സ് ഒരു സെൻട്രൽ റോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആക്ട് ആസ് എ റോൾ മോഡൽ, അവർ റോൾ മോഡൽ ആവണം. ഷോ വാല്യൂസ് ത്രൂ ദി ബിഹേവിയർ, അവരുടെ ടീച്ചിങ്ങിന് പുറമെ ബിഹേവിയറിലൂടെ അവർ വാല്യൂസ് കാണിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, റെസ്പെക്ട്, ഈക്വാലിറ്റി, കെയറിലൂടെ ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഡിസ്ക്രിമിനേഷൻ, ഇൻജസ്റ്റിസും ഒഴിവാക്കണം. സ്റ്റുഡൻസ് ടീച്ചേഴ്സിൻ്റെ ആക്ഷനിൽ നിന്നാണ് ഒരുപാട് പഠിക്കുക, മോർ ദാൻ വേർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം.